ത്രിയേക ദൈവത്തിന് സ്തുതി. എല്ലാവർക്കും ഹെർമിറ്റ്സ് ടോക്സിൻ്റെ 592 ഭാഗത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രഭാത ചിന്തയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം സദൃശ്യവാക്യങ്ങൾ 8-ാം അധ്യായം 35-ാമത്തെ തിരുവചനമാണ്. എന്നെ കണ്ടെത്തുന്നവൻ ജീവനെ കണ്ടെത്തുന്നു, അവൻ യഹോവയുടെ കടാക്ഷം പ്രാപിക്കുന്നു. ഒരു യുവാവ് പോലീസ് സ്റ്റേഷനിൽ ഇരിക്കുകയാണ്. അവൻ വിറയ്ക്കുന്നുണ്ട്. അവനൊരു കടയിൽ മോഷണം നടത്തി പിടിക്കപ്പെട്ടു. അവൻ്റെ മാതാപിതാക്കന്മാരെ പ്രതീക്ഷിച്ചാണ് അവൻ ഇരിക്കുന്നത്. പോലീസ് പിടിക്കുക എന്നാൽ അങ്ങേയറ്റം വേദനാജനകവും ലജ്ജാകരവുമാണ്. എന്നാൽ അതിനേക്കാളും വേദന മാതാപിതാക്കളെ ഫേസ് ചെയ്യുന്നതിലാണ്. മാതാപിതാക്കൾ പോലീസ് സ്റ്റേഷൻ്റെ വാതിൽ കടന്നു വരുമ്പോൾ അവൻ്റെ അമ്മ കരയുന്നത് അവൻ കണ്ടു. അവൻ ലജ്ജിച്ച് തലകുനിച്ചു. മാതാപിതാക്കളുടെ ശകാരം പ്രതീക്ഷിച്ച് അവൻ തലകുനിച്ചിങ്ങനെ നിൽക്കുമ്പോൾ അവൻ്റെ അമ്മ അവൻ്റെ ഷോൾഡറിന് മുകളിലൂടെ കൈയിട്ട് അവനെ ചേർത്ത് പിടിച്ചു. അവൻ്റെ അപ്പൻ തല പിടിച്ച് അപ്പൻ്റെ നെഞ്ചോട് ചേർത്ത് വെച്ചു. അവൻ നോക്കി. കണ്ണീരിനിടയിലൂടെ തൻ്റെ മാതാപിതാക്കളുടെ സ്നേഹം അവൻ കാണുകയാണ്. അവൻ ചോദിച്ചു, നിങ്ങൾക്ക് എന്നോട് ദേഷ്യമില്ലേ? നിങ്ങൾ എന്നെ വഴക്ക് പറയുന്നില്ലേ? അവൻ്റെ അമ്മ പറഞ്ഞു, മോനെ, നീ വേദനിക്കുമ്പോൾ നിന്നെ സഹായിക്കുവാൻ മാത്രമേ ഞങ്ങൾ ആഗ്രഹിക്കുന്നുള്ളൂ. നീ ചെയ്തത് തെറ്റാണ് എന്ന് ഞങ്ങൾക്ക് പൂർണ്ണമായിട്ടും അറിയാം. എന്നാലും നിന്നെ സ്നേഹിക്കാതിരിക്കുവാനായിട്ട് ഞങ്ങൾക്ക് സാധിക്കുകയില്ല. ഓരോ നിമിഷവും ദൈവം നമ്മളെ സ്നേഹിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, എന്തൊക്കെ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു എന്ന് പറഞ്ഞാലും ദൈവത്തെ കണ്ടെത്തുവാനായിട്ട് നമ്മൾ പരിശ്രമിച്ചാൽ ഒരിക്കലും സാധിക്കില്ല എന്ന് കരുതിയ ദൈവത്തിൻ്റെ സ്നേഹത്തെ അനുഭവിക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. വചനത്തിലൂടെ കർത്താവ് നമ്മളോട് പറയുന്നതാണ്, എന്നെ കണ്ടെത്തുന്നവൻ ജീവനെ കണ്ടെത്തുന്നു. ദൈവത്തിൻ്റെ കടാക്ഷം നമുക്കെല്ലാവർക്കും ലഭിക്കും. ദൈവത്തിൻ്റെ സന്നിധിയിൽ എല്ലാ തെറ്റുകളും കുറ്റങ്ങളും ഏറ്റുപറഞ്ഞ് വിനയത്തോടെ നിൽക്കുവാനായിട്ട് സാധിച്ചാൽ ഇനിയുള്ളതായ ജീവിതം നല്ലതുപോലെ ജീവിക്കാമെന്ന് തീരുമാനിച്ച് ദൈവത്തിൻ്റെ അടുക്കിലേക്ക് ചെന്നാൽ നമ്മളെ സ്നേഹിക്കുന്ന ദൈവത്തിൻ്റെ അതുല്യമായ സ്നേഹത്തെ അനുഭവിക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. ദൈവം അനുഗ്രഹിക്കട്ടെ.